നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിയമപരമായി ഇവർ നിങ്ങളുടെ മകന്റെ ഭാര്യ. അപ്പൊ ഇവര് കഴിയേണ്ടത് ഭർത്താവിനൊപ്പം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ തെളിയിക്കേണ്ടതേ കോടതിയില്ല. ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ മകന്റെ ഭാര്യ ഭർത്താവിനൊപ്പം താമസിക്കേണ്ടത്. മനസ്സിലായോ? സ്വന്തം ഭർത്താവിനോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് അവകാശവും അധികാരവും ഉണ്ട്. ഇനി കയ്യാൻ കളിയൊന്നും വേണ്ട. അല്ലെങ്കിലേ ഇനി അരുണ്ട് താമസമേ അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. ആന്തേട്ടാ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. ഐശ്വര്യ വീണ്ടും തിരിച്ചു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. കഷ്ടായിപ്പോയി. ഇനിയിപ്പോ ഇവിടെ അശ്വതി, ശ്രീകുട്ടി, പാവം മോള്. ഐശ്വര്യ അവളെ ശരിക്കും സൂക്ഷിക്കേണ്ടവളാ. ആരും അറിയാതെ ആ കുഞ്ഞിനോട് പോലും അവൾ എന്ത് ക്രൂരതയും ചെയ്യും. ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്തവൾ ഐശ്വര്യ. എല്ലാം കൂടി ഓർക്കുമ്പോ എനിക്ക് തലവേദനിക്കുക. ഈ അവസ്ഥയില് നമ്മൾ അശ്വതി എവിടേക്കാ മാറ്റി നിർത്തുക? ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് അശ്വതിയെ മാറ്റാന്ന് വെക്കാം. പക്ഷേ ശ്രീകുട്ടിയും കൂടി അശ്വതി കൂടെ കൊണ്ടുപോവില്ലേ? അതാ എനിക്ക് ടെൻഷൻ. എന്നാ പിന്നെ മോളെ ഐശ്വര്യമുള്ള ഈ വീട്ടിൽ നിർത്താന്ന് വെച്ചാ അത് അതിനേക്കാ പ്രശ്നം. അശ്വതി ശ്രീകുട്ടിയും അവരുടെ വീട്ടിൽ നിന്നപ്പോ തന്നെ അവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെന്നവളാ ഐശ്വര്യ. അശ്വതിയുടെ വീട്ടിൽ ഐശ്വര്യ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ പോലും ഇല്ലാതാക്കാൻ ഐശ്വര്യ മടിക്കില്ല. അത്രയ്ക്ക് പകയാ ഐശ്വര്യക്ക് അശ്വതിയോടും നമ്മുടെ മോളോടും ഉള്ളത്. താനിങ്ങനെ ടെൻഷൻ ആവാതെ വരട്ടെ. നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ശ്യാമ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഒരു തീരുമാനം എടുക്കാം. ശ്യാമ ഇതിനെന്തെങ്കിലും വഴി കാണും, ഉറപ്പല്ലേ? അത് ശരിയാ. ശ്യാമ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല. ശ്യാമയോട് സംസാരിക്കാം, അതാ നല്ലത്. അവള് ഐശ്വര്യ, അവളെന്റെ അരുണിനോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറക്കില്ല. എന്നിട്ട് പോലീസിനെ കൂട്ടിയൊരു നാടകവും. പെട്ടുപോയി, നമ്മൾ ആകെ പെട്ടുപോയി. എല്ലാരെയും വല്ലാത്ത ട്രാപ്പിലാക്കി വെച്ചിരിക്കുക ഐശ്വര്യ. ഐശ്വര്യ അവൾ ഇനി ഇവിടെ ഇങ്ങനെ അധികകാലം വാഴില്ല. അവളെ എന്നേക്കുമായി പുറത്താക്കാൻ എന്താ വഴിയെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ ഐശ്വര്യയോട് ഞാൻ എല്ലാത്തിനും പകരം വീട്ടും. അവക്കൊരു വേലക്കാരിയുടെ സ്ഥാനമാണ് ഞാൻ ഈ വീട്ടിൽ കൊടുക്കാൻ പോകുന്നത്. എന്റെ മനസ്സിൽ ഐശ്വര്യ എന്ന എന്റെ മരുമകൾ, അല്ല സ്വന്തം മകൾ, എന്നേ മരിച്ചു. ഇനി ഐശ്വര്യ എന്റെ ശത്രുവാ, വേറൊരു അടിമയാ. ആനന്ദേട്ടൻ നോക്കിക്കോ, അവളെ, ആ ഐശ്വര്യെ ഞാനിട്ട് അനുഭവിപ്പിക്കും, ഉറപ്പാ. എന്റെ ശ്യാമേ, ഇപ്പോഴാ ഞാൻ ഈ സന്തോഷ വാർത്ത അറിഞ്ഞത്. തമിഴ് ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പാടാനോ? അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോ കൊറേ കോടികൾ കിട്ടുമല്ലേ? എന്താണേലും ശ്യാമയുടെ ഭാഗ്യം. എന്നാ റെക്കോർഡിംഗ് ചെന്നൈയിൽ വെച്ചാവൂ അല്ലേ? അതോ നാട്ടിലെവിടെയെങ്കിലും വെച്ചാണോ? എന്തായാലും ശ്യാമയോടൊപ്പം ഞാനും വരാം. എന്തിനാ?
വീണ്ടും അവക്ക് വിഷം കൊടുക്കാനാ? ഐശ്വര്യക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറം ഇവിടത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടണമെന്നില്ല. അമ്മ ഞാൻ ഏയ്, നിന്റെ മനസ്സിലിരിപ്പും പ്രവൃത്തികളും അങ്ങനെയുള്ളതാണല്ലോ. വേലക്കാരിയുടെ റോളെങ്കിലും ഈ വീട്ടിൽ കിട്ടിയത് നിന്റെ ഭാഗ്യാണെന്ന് കരുത്. ശ്യാമേ, ഇവളോട് ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട. ഡീറ്റെയിൽസ് ഒക്കെ പിടിച്ചെടുക്കാൻ ഇവള് നോക്കുന്നെ. പിന്നെ ഏതൊക്കെ വഴിയിലാ തകർക്കാൻ ശ്രമിക്കാന്ന് നമുക്കറിയില്ല. സൂക്ഷിക്കണം. അറിയാലോ, ആരെ കൊല്ലാനും മടിക്കില്ല. അത്രയ്ക്ക് വിഷവിത്തായി നിൽക്കുന്നെ. ഐശ്വര്യ റാണി. ഇവളെ ഇപ്പൊ എന്റെ കൺമുന്നിൽ കാണുന്ന തന്നെ എനിക്ക് അലർജിയാ. അമ്മേ, പോ, എന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോ. അല്ലെങ്കിൽ എന്റെ കൈ കിട്ടുന്ന ചൂലെടുത്ത് ഞാൻ നിന്നെ തല്ലും. എന്നെ അത്രയ്ക്ക് സ്നേഹിച്ച മോളെ പോലെ കണ്ട എന്റെ വസുന്ധരാമയാണോ ഈ പറയുന്നേ? അതേടി, ആ വസുന്ധരാമ്മ ഇപ്പൊ ഇല്ല. അന്ന് നിന്നെ അത്രമാത്രം സ്നേഹിച്ച ആ അമ്മേ നീ ചതിച്ചു. അമ്മേ, ആ മനസ്സ് നീ തകർത്തു. ഇപ്പൊ എന്റെ മനസ്സിൽ നിന്നോടുള്ളത് വെറുപ്പ് മാത്രം. അമ്മേ, എന്റെ കണ്ണിലെ കരടാ നീ, ഓർത്തോ? ഓ, എന്റെ മുന്നിൽ നിന്ന് പോ. അമ്മേ, ഇല്ലെങ്കിൽ ചിലപ്പോ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്തു പോകും. എന്റെ കൺമുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞേ. ദൂരേക്ക് പോടി. ഇവിടെ അമ്മേ, അമ്മ വേണ്ട, തല്ലണ്ട. ഐശ്വര്യേട്ടത്തി ഒന്ന് പോയേ. ശ്യാമേ, ഞാൻ വെറുതെ തല്ല് മേടിക്കണ്ടെങ്കിൽ പോവാനാ പറഞ്ഞ്. ചെല്ല്. അമ്മേ, സാരല്ല. മോളെ, അവളിവിടെ എന്റെ മക്കളെ, നിങ്ങളെ ആരെങ്കിലും തകർക്കാൻ നോക്കും. അതാ എനിക്ക് പേടി. അമ്മ ടെൻഷനാവാതെ, അമ്മ പേടിക്കണ്ട. നമുക്ക് ശ്രദ്ധിക്കാം. സാരല്ലമ്മേ. അമ്മേ, അമ്മ വല്ലാതെ ഇമോഷണൽ ആവാ. അമ്മ വാ, പോയി റെസ്റ്റ് എടുക്കാം. വാ അമ്മ, വാ. ഇവര് വസുന്ധര, ഇവരാ ഇപ്പൊ എന്റെ ശത്രു. ആ, അവസരം വരട്ടെ, എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.